അല്ലാഹുവിന്റെ ഔലിയാക്കളെ അവരെ കണ്ട് അവരെ ബോധ്യപ്പെട്ട് അവരോടടുത്ത് അവരിൽ നിന്ന് ആത്മീയമായ തർബീയത്ത് ലഭിക്കുക എന്നത് തന്നെയാണ് രക്ഷപ്പെടാനുള്ള വഴി. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിൽ യഥാർത്ഥ ഔലിയാക്കളെ തിരിച്ചറിയുക എന്നത് വലിയ ഒരു പ്രയാസമുള്ള, അല്ലെങ്കിൽ അതിന് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ വികസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥ ഔലിയാക്കളെ കണ്ടെത്താൻ, അവരോട് അടുക്കാനുള്ള മാർഗം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി വ്യാജന്മാരുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ മൗത്തുവരെ നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തെ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ വിഷയമുണ്ട്. അവസാന കാലം സംജാതമാകുമ്പോൾ യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറ വയസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ എന്ന നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വിശ്വാസിയായ ആൾ വൈകുന്നേരം അയാൾ അവിശ്വാസിയാകുന്ന ഒരു കാലം വരും. വൈകുന്നേരം വരെ വിശ്വാസിയായി ജീവിച്ച മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്കും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു വലിയ ദുരന്തം നമ്മൾ അഭിമുഖീകരിക്കാൻ ഇരിക്കുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഒന്നുകൂടി പറഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ പ്രവാചകർ ആ പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടി വേഗത്തിൽ ഈമാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത മുഖത്താണ് നമ്മളൊക്കെ ഇന്ന് എത്തി നിൽക്കുന്നത്. ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ പച്ചയായി പടച്ചറപ്പില്ല, ഇസ്ലാമില്ല, മതമില്ല, ദീനില്ല. പരിശുദ്ധ ശീലം ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും ഇസ്ലാമിക ശിആറുകളെയും പരിശുദ്ധ മതത്തിന്റെ അംഗസത്തയെ പോലും പച്ചയായി പരിഹസിക്കുകയും നിഷേധിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിന്റെ സംരക്ഷണം ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും സഗൗരവം മനസ്സിലാക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ, അല്ലാഹുവിനെ അറിയാനുള്ള മാർഗം, ആ മാർഗം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കണം. പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആരാണ് അല്ലാഹ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, സർവശക്തനാണ്, സർവാധിപനാണ്, എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ്, എല്ലാം അറിയുന്നവനാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിനേക്കാൾ വലിയവനാരുമില്ല. അല്ലാഹു അക്ബറാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഡിഗ്രിക്കും അതുപോലെ വിവിധ കോഴ്സിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ അവർക്ക് സംശയമായി ഇരിക്കുകയാണ്. ഉണ്ടോ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പച്ചയായി ഉസ്താദുമാരോട് ഈ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും ഈ നിലയിലുള്ള സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ശ്രദ്ധിക്കണം, സഗൗരവം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും അവരവരുടെ യുക്തി കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ യുക്തിക്ക് യോജിക്കാത്തതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. യുക്തിവാദത്തിന്റെ ഫെമിനിസത്തിന്റെ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് അതിവേഗം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പറ്റിയ ക്യാപ്സൂളുകൾ ഓൺലൈനിൽ ധാരാളമായി ലഭ്യമാണ്. ഉപ്പാരയില്ല, ഉമ്മാരയില്ല, രക്ഷിതാക്കൾ ഒരു കഥയും അറിയുന്നില്ല. ക്യാമ്പസുകൾക്കകത്തും പുറത്തും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ, അവരുടെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചറിയണം. ബഹുഭൂരിഭാഗം ആളുകളും വർഷങ്ങളോളം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈമാൻ ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അത് സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ ഇത്തരം വാദഗതികളുമായി കടന്നു വരുന്നവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നല്ല അറിവുണ്ടാവണം. ഒരു സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സൂറത്തു അൽ-ബഖറയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം എന്തെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹുവിന്റെ ശക്തി, പടച്ച തമ്പുരാനെ വെല്ലുവിളിച്ചു മുമ്പിൽ അല്ലാഹു പാഠം പഠിപ്പിക്കുകയാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നുബുവത്തിന്റെ മുമ്പായി അഥവാ തനിക്ക് തൗറാത്ത് ലഭിക്കുന്നതിന്റെ മുമ്പായി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയ ഒരു രംഗമുണ്ട്. 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കോലം മാറി, രീതി മാറി. ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആ പശുക്കുട്ടിക്ക് ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി നാട്ടിൽ. ഓർക്കണം നിങ്ങൾ, എത്ര പെട്ടെന്ന് ആളുകളുടെ വിശ്വാസം മാറി. സാമിനി ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് താക്കീത് നൽകി. അപകടമാണ്, ചെയ്തു പോകരുത്, തെറ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾക്ക് നാശമുണ്ടാകും. പഠിച്ച തമ്പുരാന്റെ ശിക്ഷ നിങ്ങൾക്ക് മേലിൽ അല്ലാഹു ഇറക്കിത്തരുന്നതാണ്. നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മൂസാ നബി ആ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളെ ഓർക്കണം, ഇതൊരു ചെറിയ സംഭവമല്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വൈദഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും സലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബാരിക്കും ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൻ ലക്കും ഇന്ന ബാരിക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വളരെ വ്യക്തമായി നമുക്ക് ആ സംഭവം വിശദീകരിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു, പ്രവാചകന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു. അവര് പ്രവാചകനെ ധിക്കരിക്കുന്നു, കൽപ്പന അനുസരിക്കാതെ അവർ വീണ്ടും പശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവർ അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. ഈ അസുഖം ഇന്ന് വ്യാപകമാണ്. വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, മഹല്ലിലുണ്ട്, കുടുംബത്തിലുണ്ട്. നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന രംഗവും അതാണ്. ഉപ്പ പറയുന്നുണ്ട്, ഉമ്മ പറയുന്നുണ്ട്, ഉസ്താദുമാര് പറയുന്നുണ്ട്, ഖാദി പറയുന്നുണ്ട്, ഖത്തീബ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് കളിക്കരുത്, പരിധി വിട്ട് കളിക്കരുത്, കല്യാണ വീട്ടിൽ പരിധി വിട്ട് കളിക്കരുത്, ആഘോഷ ദിവസങ്ങളിൽ പരിധി വിട്ട് കളിക്കരുത്, നാട്ടിൽ നിങ്ങൾ അച്ചടക്കം പാലിക്കണം, പള്ളിയിൽ അച്ചടക്കം പാലിക്കണം, മഹല്ലിൽ അച്ചടക്കം പാലിക്കണം, വിവാഹത്തിൽ അച്ചടക്കം പാലിക്കണം, ആഘോഷവേളകളിൽ അച്ചടക്കം പാലിക്കണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അവസ്ഥ? അനുസരിക്കാത്തവർ അതിരുവിട്ട് പ്രിയപ്പെട്ടവരെ നൃത്തം ചവിട്ടുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വേള ഖത്തീബിനെ വെല്ലുവിളിക്കുകയാണ്, ഖാദിയെ വെല്ലുവിളിക്കുകയാണ്, ഉസ്താദുമാരെ വെല്ലുവിളിക്കുകയാണ്. ഉപദേശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല, അവരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന കാലമേ. എന്തു പറഞ്ഞാലും പരിഹസിക്കും, ഓൺലൈനിലും ഓഫ്ലൈനിലും പരിഹാസമാണ്. എല്ലാറ്റിനെയും ട്രോളുന്ന ഒരു കാലം പ്രിയപ്പെട്ടവരെ കറാമത്ത് പറയാൻ പറ്റില്ല. അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വർഗം പറഞ്ഞാൽ നരകം പറഞ്ഞാൽ, മലക്കുകളെ കുറിച്ച് പറഞ്ഞാൽ, കറാമത്ത് പറഞ്ഞാൽ, മുഅ്ജിസത്ത് പറഞ്ഞാൽ നാട്ടിൽ പരസ്യമായി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന കാലമേ. എല്ലാം ട്രോളാണ്, ഒക്കെ കളിയാക്കാണ്, എല്ലാം പരിഹസിക്കാം. പരിഹസിക്കലൊക്കെ ഇപ്പോ പബ്ലിക്കായി വന്നു. പച്ചയായി ആൾക്കൂട്ടത്തിനിടയിൽ, ജനാവലിക്കിടയിൽ, വലിയ സദസ്സുകൾക്കിടയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ദീനിനെ ചോദ്യം ചെയ്യുന്ന കാലമാണ് വന്നിരിക്കുന്നത്. വിശദമായി പറയുന്നില്ല, ചുരുങ്ങിയ സമയമാണുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ ധിക്കരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതയെ ഇടിത്തിക്കൊണ്ട് നശിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വൈദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ അല്ലാഹ ജഹറത. അവർ പറഞ്ഞ വാദം അതാണ്. മൂസാ നബിയെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പരസ്യമായി റബ്ബിനെ കാണുന്നത് വരെ അല്ലാഹു ഞങ്ങൾ കാണട്ടെ, കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു വർത്താനെ പറയണ്ട. നിങ്ങളെ അന്നത്തെ വെല്ലുവിളിയാണ്. അക്കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ അവര് വെല്ലുവിളിച്ചതെങ്ങനെയാണ്? മൂസ, പടച്ചോനെ പറഞ്ഞ് പേടിപ്പിക്കണ്ട, പടച്ചോനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി മിരട്ടാൻ നോക്കണ്ട. ഞങ്ങളെ വിശ്വസിക്കണമെങ്കിൽ അല്ലാഹുവിനെ നേരിട്ട് കാണുക തന്നെ വേണം. അല്ലാഹുവിനെ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. വേറെ വർത്താനൊന്നും പറയണ്ട. ആരോടാ പറയുന്നത്? പ്രവാചകനോടാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നു, ആ വർത്താനം എപ്പോ പറഞ്ഞോ അവസാനിപ്പിക്കുന്നു. ആ ശൈലി, ഈ ശൈലി ആ നാട്ടുകാരെ എപ്പോ ഉപയോഗിച്ചോ? ഇന്നത്തെ അവസ്ഥ അങ്ങനെയുണ്ടോ? ഇന്ന് അങ്ങനെയുണ്ടോ? സംസ്കരിക്കാൻ പറയുന്നു, നോമ്പ് നോക്കാൻ പറയുന്നു, ഔറത്ത് മറക്കാൻ പറയുന്നു, വൃത്തികേടുകൾ ചെയ്യരുതെന്ന് പറയുന്നു. തട്ടപ്പെട്ട തലമറക്കടി, ഔറത്ത് മറക്കടി, പരസ്യമായി നൃത്തം ചവിട്ടല്ല, വൃത്തികേടിന് പോകല്ല, മൊബൈലുകളിൽ തമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കല്ല, സോഷ്യൽ മീഡിയയിൽ വേണ്ടാത്തതിന് കൂട്ടു നിൽക്കല്ല, നീ സെക്സ് റാക്കറ്റിൽ അകപ്പെടല്ല, പ്രേമ പേക്കൂത്തുകൾക്ക് കൂട്ടു നിൽക്കല്ല, നീ പരസ്യമായി നിന്റെ മേനി കാണിച്ച് നൃത്തം ചവിട്ടല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇടിത്തിയിറങ്ങും. കളിച്ച് പരിധിക്കപ്പുറത്ത് കളിച്ചാൽ ആ
ആര് കളിച്ചാലും എവിടെ കളിച്ചാലും എപ്പം കളിച്ചാലും എങ്ങനെ കളിച്ചാലും എത്ര വലിയ വമ്പന്മാരാണെങ്കിലും എത്ര വലിയ പോക്കിരിമാരാണെങ്കിലും അല്ലാഹു അവരെ വെറുതെ വിടുകയില്ല. തമ്പുരാൻ അവരെ നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതൊരു അവസാനത്തെ കളിയാണ്. പടച്ചോനിവിടെ അല്ലാഹുവിനുള്ള വിശ്വാസമില്ല. അല്ലാഹ് കാണുന്നുണ്ട് ഞാൻ കളിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്ന തമ്മാടിത്തരം, ഞാൻ ചെയ്യുന്ന വൃത്തികേട് എന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബ് കാണുമല്ലോ. എത്ര സ്ഥലങ്ങളിലാണ് ഓർമ്മപ്പെടുത്തിയത്, എത്ര സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യം പോലും നിങ്ങൾ അറിയുന്നവനാണ്. നിങ്ങൾ വലത്തും ഇടത്തും മലക്കുകളുണ്ട്. മലക്കുകൾ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഭൂമി സാക്ഷിയാണ്. നിങ്ങൾ എല്ലാ നിലക്കും റബ്ബിന്റെ ക്യാമറയ്ക്ക് മുമ്പിലാണ്. പടച്ചോന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സർക്കാരിന്റെ ക്യാമറകളെ പേടിക്കുന്നവരെ, നമ്മുടെ റോഡുകളിലൊക്കെ വാഹന ഗതാഗതം നടക്കുന്ന റോഡുകളിലൊക്കെ ഭരണാധികാരികൾ വെച്ച ക്യാമറയെ നമുക്ക് പേടിയാണ്. ആ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴിയും നമ്മൾ ആലോചിക്കാറുണ്ട്. ആ ക്യാമറയെ പേടിക്കുന്നവർ, ആ ക്യാമറയെ ഭയപ്പെടുന്നവർ വിഷയം ഫൈനിടും. ബെൽറ്റിടാഞ്ഞാൽ, ഡ്രൈവിംഗ് നിയമങ്ങൾ തെറ്റിച്ചാൽ, നിയമങ്ങൾ തെറ്റിച്ച് വാഹനം ഓടിച്ചാൽ അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ, അവിടെ ക്യാമറ, അപ്പുറത്ത് പോലീസ്, അവിടെ നിയമപാലകരുണ്ട്. അത് നിയമവിരുദ്ധമാണ്. അതിനെ ഭയപ്പെടുന്നവരെ പടച്ച തമ്പുരാന്റെ ക്യാമറ നമുക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. മറക്കണ്ട, അത് രാത്രിയിലുണ്ട്, പകലിലുണ്ട്, ഇരുട്ടിലുണ്ട്, വെളിച്ചത്തിലുണ്ട്. അത് ഒരു നിമിഷം പോലും അതിന്റെ കണക്ഷൻ നിന്ന് പോകുന്നില്ല. നമ്മള് വെക്കുന്ന ക്യാമറ കണക്ഷൻ പോകും. കംപ്ലൈന്റ് ഉണ്ടാവും, ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ പല തകരാറുണ്ടാവും. ജനിച്ച മരണം വരെ മുറിയാതെ നിന്നു പോകാതെ നിശ്ചലമാകാതെ നമ്മളെ കൊള്ള നോക്കി നിൽക്കുന്ന പടച്ച തമ്പുരാന്റെ ക്യാമറയ്ക്ക് മുമ്പിലാണ് നമ്മളുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർക്കണം, ചെറിയ കാര്യമല്ല, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടവരാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കളെ, യുവതികളെ, വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, വാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ, ഉസ്താദ് അറിയാതെ നമ്മുടെ നാട്ടിൽ പേടിക്കുന്ന പലരെയും മറച്ചു വെച്ചിട്ട് ചുമരുകൾക്ക് അപ്പുറത്ത്, മലകൾക്ക് അപ്പുറത്ത്, വിദൂര പ്രദേശങ്ങളിൽ, ബീച്ചിലും പാർക്കിലും ലോകത്തെ ഏതെങ്കിലും ദിക്കുകളിൽ പോയി നിങ്ങൾ എന്ത് കളിച്ചാലും സൂക്ഷിക്കണം. ആ ബോധമുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ പോയാൽ ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണം ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. ഭർത്താവ് കാണില്ലല്ലോ, ഉമ്മ കാണില്ലല്ലോ, വാപ്പ കാണില്ലല്ലോ. ഞാൻ ക്യാമ്പസിലല്ലേ, ഞാൻ ബീച്ചിലല്ലേ, ഞാൻ ഏതോ ഹോട്ടലിലല്ലേ, ഞാൻ ഏതോ സിയാറത്തിലല്ലേ, ഞാൻ ഏതോ ടൂർ പ്രോഗ്രാമിലല്ലേ, ഉപ്പ നാട്ടിലല്ലേ, ഉമ്മ നാട്ടിലല്ലേ, ഉസ്താദ് നാട്ടിലല്ലേ, ഞാനും എന്റെ മൊബൈലിലല്ലേ, പരമരഹസ്യമായിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ നിർവാഹമില്ല. ഏറ്റവും നന്നായി റബ്ബിനെ പഠിക്കേണ്ടത് അവിടെ വെച്ചുകൊണ്ടാണ്. അല്ലാഹ് വിട്ടില്ല, അവിടെ ഈ പിടികൂടി ഒന്നടങ്കം അവരെ ഭൂമുഖത്ത് നശിപ്പിച്ചു. അല്ലാഹു ഒരു സെക്കൻഡ് സമയം കൊണ്ട് ആ ജനങ്ങളെ റബ്ബിനെ ധിക്കരിച്ചിട്ട് മൂസാ നബിയോട് ഞങ്ങൾ വിശ്വസിക്കൂല, അല്ലാഹുവിനെ കാണിച്ചുണ്ട, അല്ലാഹുവിനെ കാണാതെ കാണാത്ത റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കൂല മൂസ പറയേണ്ടതാ. ഇല്ല, പരിപാടി കഴിഞ്ഞു. ഇത്
എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ മക്കളൊക്കെ ഇതൊന്നും പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തണം. ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കഴിവ്, പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ ശക്തി തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഓർക്കണം, മുത്തഖീങ്ങൾ സഗൗരവം മനസ്സിലാക്കണം. ഞാൻ ഒന്ന് മാത്രം പറയട്ടെ. നോക്കൂ നിങ്ങൾ, ആ ജനത പശുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. മുഅ്മിനീങ്ങളെ അവരെ വീണ്ടും പുനർജനിപ്പിക്കുകയാണ്. ആ ജനതയെ അല്ലാഹു തആല വീണ്ടും പുനർജനിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കാണാം അല്ലാഹുവിന്റെ കഴിവ് അവരെ ബോധ്യപ്പെടുത്തുന്ന പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്കിടയിൽ ഈ പശുവിനെ ആരാധിക്കുന്ന കാലഘട്ടത്തിൽ സീന എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കൊലപാതകം നടന്നു. ഏലിയായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ജനസമ്മതനാണ്, നാട്ടിൽ അംഗീകാരമുള്ള ഒരു നല്ല മനുഷ്യനാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. പശുവിനെ ആരാധിക്കുന്നതിനിടയിൽ പ്രത്യേകമായി സ്വീകാര്യതയുള്ള ഒരു മനുഷ്യനാണ്. അയാളെ വധിക്കപ്പെട്ടു. ഈ കോഴിക്കോട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെ വധിക്കപ്പെട്ടു. അയാളെ അർത്തു അല്ലെങ്കിൽ അയാളെ കൊന്നു. വിഷയം ഉണ്ടാവുമല്ലോ. വലിയ ചർച്ച നടക്കും, വലിയ വിഷയമാകും. അന്വേഷണങ്ങൾ പലതും വരും, പോലീസ് വരും, കേസെടുക്കും, പുതിയ കമ്മിറ്റി രൂപീകരിക്കും, ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും. മലയാളിയെ പിടികൂടണം. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ ആലോചിക്കണം. ഈ മനുഷ്യനെ കൊന്ന ഘാതകനെ, അവനെ കൊലയാളിയെ പിടിച്ചു കെട്ടാൻ പഠിച്ച പണി 18 വയസ്സിൽ നടക്കുന്നില്ല. പല അന്വേഷണങ്ങളും നടത്തി, നാട്ടിൽ വലിയ അന്വേഷണങ്ങളൊക്കെ നടത്തി, പരാജയപ്പെട്ടു. ആളെ കിട്ടിയില്ല. അവരെ എല്ലാ നിലക്കും പ്രയാസപ്പെട്ട ഘട്ടത്തിൽ അന്ന് മൂസാ നബിയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, മൂസാ നിന്റെ റബ്ബിനോട് നീ ഒന്ന് ഞങ്ങളെ കാര്യം പറയണം. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഞങ്ങളെ നാട്ടിൽ ഒരു നേതാവിനെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസപ്രകാരം ഞങ്ങൾ പലതും ചെയ്തു നോക്കി, പക്ഷേ ആളെ കിട്ടുന്നില്ല. അവസാനം യഥാർത്ഥ നേതാവ്, അചഞ്ചലമായി അല്ലാഹു വിശ്വസിച്ച തൗഹീദിന്റെ പ്രിയപ്പെട്ട നായകൻ സയ്യിദുനാ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അവൻ അഭയം തേടുകയാണ്. ഗതികെട്ടാ പുലിയുന്നല്ലോ, അങ്ങനെ പലരുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, നാട്ടിൽ ഇപ്പോഴുണ്ട്, അങ്ങനെയുണ്ട്. വരാത്തവർ, ഔലിയാക്കളെ മഹബത്ത് വെക്കാത്തവർ, സിയാറത്തിന് വരാത്തവർ, അതിലൊന്നും വിശ്വാസമില്ലാത്തവർ, അങ്ങനെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് മാരകമായ രോഗം ബാധിച്ചു. സുബ്ഹാനല്ലാഹ്. ഭൗതിക ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വാതിലുകളും കൊണ്ടി ഈ ലോകത്തെ എല്ലാ പ്രമുഖന്മാരെയും സമീപിച്ചു. രക്ഷപ്പെടാൻ അവർ ഔലിയാക്കളെ മക്കളെത്തും, നല്ല നല്ല ഉസ്താദുമാരെ മുമ്പിലെത്തും, സാദാത്തുക്കളെ മുമ്പിലെത്തും. ഞാൻ രോഗിയാണ്, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അഭയം തേടിയെത്തുന്ന കാഴ്ച കാണുന്നുണ്ട്. അതിനൊക്കെ കുറെ തലങ്ങൾ വന്നിട്ടുണ്ട്. അവസാന ഘട്ടത്തിലൊക്കെ വരുള്ളൂ. അതുവരെ ഗുളിക കുടിക്കണം, മരുന്ന് കുടിക്കണം, ഡോക്ടറെ കാണിക്കണം, ചികിത്സ നടത്തണം. അത് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ മാർഗമാണ്. പക്ഷേ ഔലിയാക്കളെ, ആരിഫീങ്ങളെ വിശുദ്ധ ഖുർആനിനെ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ, അവരോടുള്ള ബന്ധം, അവരുടെ അടുക്കൽ നാവൂരിലെ മുത്തുപേട്ടയിലെ ഏർവാടിയിലെ പ്രിയപ്പെട്ടവരെ, മടവൂരിലും ഇടിയങ്ങരയിലും അങ്ങനെ തുടങ്ങിയിട്ട് മമ്പുറത്തും വരക്കൽ മഖാമിലും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ അഭയം തേടണം.
അവർക്ക് ചില കഴിവുകളുണ്ട്. അവിടുന്ന് പല അത്ഭുതങ്ങളും നടക്കും. അത് എന്നോ തുടങ്ങിയിട്ടുണ്ട്. ജീവിതകാലത്തുണ്ട്. അവരുടെ വഫാത്തിന് ശേഷവും അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാ. പിന്നെ വഴിക്ക് വരും. ഈ ജനതാ മൂസാ നബിയുടെ മുമ്പിൽ വന്ന് അവര് പത്തി മടങ്ങി. അവര് പറഞ്ഞു, മൂസാ, ഞങ്ങളുടെ നേതാവിനെ കൊന്ന ആളെ നിന്റെ റബ്ബിനോടൊന്ന് ചോദിച്ചു നോക്കുക. കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഗതിമുട്ടിയപ്പം വന്നതാ. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാ വന്നത്. മൂസാ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. മൂസാ നബി പറഞ്ഞു, ഞാൻ ദുആ ചെയ്യട്ടെ? എന്റെ റബ്ബ് എന്താ പറയുന്നത്? ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. തന്റെ റബ്ബിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി മൂസാ നബി ദുആ ചെയ്തതിന് ശേഷം അല്ലാഹുവിൽ നിന്നുള്ള കിട്ടിയ മറുപടി ആ ജനതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു, മറ്റൊന്നുമല്ല, പശുവിനെ പിടിച്ച് അറുത്തോളി. ഈ കഥ കുട്ടിയൊക്കെ അറിയാം. ഇന്നത്തെ മക്കൾക്ക് ഈ കഥ അറിയില്ല. മക്കള് അൽബക്കർ സൂറത്ത് പഠിച്ചിട്ടില്ല, ചരിത്രം മനസ്സിലാക്കുന്നില്ല. മക്കളെ ഡിഗ്രിക്കപ്പുറത്ത് മറ്റൊന്നുമില്ല. അവരെല്ലാവരും ഭൗതികത പഠിപ്പിച്ച് പെട്ടെന്ന് ജോലി എത്തിക്കാനുള്ള തരത്തിലാണ് വാപ്പയും ഉമ്മയും. ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും മോൻ അന്നല്ലാത്തോനാണ്, സ്വർഗല്ലാത്തോനാണ്, നരകല്ലാത്തോനാണ്, വാപ്പല്ലാത്തോനാണ്, ഉമ്മല്ലാത്തോനാണ്, നാട്ടിലാരുമില്ല. വാപ്പി കണക്കാണ്, ഉമ്മീൻ കണക്കാണ്, അള്ളി കണക്കാണ്, റസൂലും കണക്കാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ എന്നെ വിളിച്ചു, ഉസ്താദേ ദുആ ചെയ്യണം. എന്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു, നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു, പള്ളിയിൽ പങ്ക് വിളിക്കുന്ന കുട്ടിയായിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ട മോനാണ്, മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ച മോനാണ്. ഉസ്താദേ, നബിദിന പരിപാടിയിൽ 1-ാം സ്ഥാനത്തായിരുന്നു. ഉസ്താദേ, എന്റെ കുട്ടി നല്ല മോനാണ്, നല്ല ബാങ്ക് കൊടുക്കുന്ന മോനായിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ട മോനാണ്. പക്ഷേ ആ കുട്ടിയെ ഘട്ടമായി MBBS പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ചേർത്തി. പിന്നെ കുട്ടിയുടെ കോലം മാറി, കുട്ടിയുടെ രീതി മാറി, കൂട്ടുകെട്ട് മാറി, കുട്ടിയുടെ സ്വഭാവം മാറി. ഇപ്പൊ കുട്ടി ആകെ മാറി. എന്റെ കുട്ടി എന്റെ വീട്ടിൽ വന്നിട്ട് അള്ളല്ല എന്നാണ് പറയുന്നത്, നിസ്കരിക്കുന്നില്ല. എന്റെ കുട്ടി റബ്ബിനെ കളിയാക്കുന്നു. എന്റെ കുട്ടിന്റെ കാര്യത്തിൽ ചെയ്യണമെന്ന് ഉമ്മ വിളിച്ചു പറയുകയാണ്. ഇതൊന്നൊന്നുമല്ല. ഇത് ധാരാളമുണ്ട്. നാട്ടിൽ ഇന്നതേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ അസുഖം പടർന്നു പന്തലിച്ചു. മാരകമായ ക്യാൻസറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല ഹജ്ജുമ്മയുടെ, നല്ല ഹാജിയുടെ, നല്ല മഹല്ല് പ്രസിഡന്റിന്റെ, നല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ മക്കളും പേരമക്കളും അവർക്ക് മൗലിദില്ല, അവർക്ക് മദ്ഹില്ല, അവർക്ക് നേർച്ചയില്ല, അവർക്ക് മഖ്ബറയില്ല, അവർക്ക് സിയാറത്തില്ല, അവർക്ക് ഉസ്താദുമാരില്ല, അവർക്കൊന്നുമില്ല. എല്ലാം കണക്കാണ്. അവർക്ക് ദുനിയാവില്ല, അവർക്ക് ആഗ്രഹമില്ല, ആഖിറമില്ല. അവരങ്ങനെ പോവുകയാണ്. തോന്നിയതുപോലെ അവരെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരോട് പറയട്ടെ, ശ്രദ്ധിക്കണം, ഖുർആൻ നന്നായി പഠിക്കണം. അല്ലാഹു പാഠം പഠിപ്പിക്കുകയാണ്. നാട്ടുകാരുടെ ഏലിയായിനെ കൊന്ന ആളെ വിവരം ആ മലയാളിയെ ഏതെങ്കിലും നിനക്ക് നിന്റെ റബ്ബിനോടൊന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞില്ല മൂസേ എന്നാ പറഞ്ഞത്. മറുപടി പഠിച്ചവൻ കൊടുത്തതൊന്നുമല്ല, പശുവിനെ പിടിച്ച് അർത്താളി. സംഗതി എന്താ ചോദ്യം? കൊന്ന ആളെ കിട്ടണം.
മറുപടി എന്താ? നിങ്ങൾ ഈ നൂറ്റാണ്ട് മുഴുവൻ നിങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച മറുപടി കിട്ടോ? ഒരു മനുഷ്യനെ കൊന്ന കൊലയാളിയെ പിടിക്കാൻ പശുവിനെ അറുക്കണം എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കൂല. നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തല പുകഞ്ഞ് ആലോചിച്ച് വട്ടം കറങ്ങി നടക്കാനല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും ഞങ്ങള് നേതാവിനെ കൊന്ന ആളെ ഞങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി പറയുമ്പോ പശുവിനെ അറക്കാനാ പറയുന്നത്. അവന് തട്ടുത്തരം പറഞ്ഞു ഈ ജനത മുൻകാരികളോട് ചോദിക്കാം, എടാ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരെ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരെ, അല്ലാഹു എവിടെയെന്ന് ചോദിക്കുന്നവരെ, അല്ലാഹുവിനെ കാണണമെന്ന് പറയുന്നവരെ, സ്വർഗത്തെ നിഷേധിക്കുന്നവരെ, ആത്മീയ ലോകത്ത് നിന്ന് വഴിതെറ്റി പോകുന്ന മക്കളെ, നിങ്ങൾക്കിത് തിരിയൂല. ഖുർആൻ മനസ്സിലായിട്ടില്ല, അള്ളാഹുവിനെ തിരിഞ്ഞിട്ടില്ല. ഇത് ചരിത്രത്തിലെ മഹാത്ഭുതമാണ്. അല്ലാഹു പറഞ്ഞാൽ അനുസരിച്ചു കൊള്ളുക. അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കണം. നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നോമ്പ് നോൽക്കണം. അല്ലാഹു സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അല്ലാഹു പെണ്ണിന് ഒരു ഔറത്ത് പറഞ്ഞു, ആ ഔറത്ത് മറക്കണം. എന്തിനാപ്പൊ മറക്കണത്? എന്താപ്പൊ മറക്കാന്നാല്? എന്താപ്പൊ കളിച്ചാല്? എന്താപ്പൊ തർക്കം പൊട്ടിച്ചാല്? എന്താപ്പൊ ഡാൻസ് കളിച്ചാല്? എന്താ ഒറ്റപ്പാടുണ്ടാക്കിയാല്? എന്താ പ്രേമ കളിച്ചാല്? എന്താ സീരിയൽ കണ്ടാല്? എന്താ സിനിമ കണ്ടാല്? എന്താ ഗെയിം കളിച്ചാല്? എന്തിനാപ്പൊ നിസ്കരിക്കുന്നത്? ഈ ചോദ്യമുണ്ടോ? വീട്ടിലുണ്ടോ? ക്യാമ്പസിലുണ്ടോ? നാട്ടിലുണ്ടോ? ബീച്ചിലുണ്ടോ? പാർക്കിലുണ്ടോ? സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇത് അവസാനത്തെ കളിയാണ്, ഇത് അവസാനത്തെ നാശമാണ്. നോക്കണേ, ഈ ജനത ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മൂസാ നബിയെ പരിഹസിച്ച് കളിയാക്കി. മൂസേ, ഞങ്ങളെ കളിയാക്കാണോ? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമല്ലല്ലോ പറഞ്ഞത്. മൂസാ നബി പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്റെ റബ്ബിനോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞതല്ലാതെ എനിക്ക് നിങ്ങളോട് മറ്റൊന്നും പറയാൻ പറ്റൂല. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല, എന്റെ അഭിപ്രായം പറയുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് എന്റെ റബ്ബ് കൽപ്പിച്ച കാര്യമാണ്. കാര്യം നടക്കണ്ടേ? ഇവിടെ പ്രശ്നമായി, അടിയായി. ഈ വിഷയത്തിന്റെ പേരിൽ, ഈ കൊലപാതകത്തിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് അവർ പരസ്പരം ഏറ്റുമുട്ടൽ തുടങ്ങി. നാട്ടിൽ വർദ്ധിപ്പിച്ച ആദ്യം വന്നപ്പോ എന്തേ പറഞ്ഞത്? ആദ്യം വന്നപ്പോ എന്തേ പറഞ്ഞത്? ഒരു പശുവിനെ കുറിച്ച് അർത്താൽ, ഏതെങ്കിലും ഒരു പശുവിനെ കുറിച്ച് അർത്താൽ സംഗതി പ്രശ്നം തിരിഞ്ഞു ഓരോ പ്രശ്നത്തിന് പരിഹാരമാണ്. പക്ഷെ മുൻകെടുത്ത് താല്പര്യമാണ്. ഒരു ഗുണ്ടു എടുക്കാറുണ്ടാക്കി ചോദിച്ചടങ്ങാറാക്കി ഇതേ സൈന്യത്ത് ആവശ്യമില്ലാത്ത പണിയെടുക്കുന്ന മക്കളുണ്ട്, നാട്ടുകാരുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നവർ, ചോദിച്ച് ശല്യം ചെയ്യുന്നവർ. അതെന്താ അങ്ങനെ? ഇതെന്താ അങ്ങനെ? അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, അതൊന്നും ഇപ്പൊ നടക്കൂല, അതൊന്നും ഇപ്പൊ ശരിയാവില്ല എന്ന് പറയുന്ന മക്കളെ, പരിശുദ്ധ മതം പഠിപ്പിച്ചാൽ അല്ലാഹുവിന്റെ കൽപ്പന അത് അംഗീകരിക്കണം, അതിനെ ധിക്കരിക്കരുത്. അത് അപകടമാണ്. കണ്ടോ, പാഠം വിശുദ്ധ ഖുർആനാണ്, സൂറത്തുൽ ബഖറയാണ്. നിഷേധിക്കാൻ ഒരു ബുദ്ധിക്കും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. വീണ്ടും ഏത് പൈസ നാട്ടിൽ പല വർഷമുണ്ട്. ചർത്തതുണ്ട്, വെളുത്തതുണ്ട്, ഉയരം കുറഞ്ഞതുണ്ട്, അതേപോലെ തന്നെ ജോലിക്ക് ഉപയോഗിക്കുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഏത് പൈസ നിങ്ങളുടെ പറയും. ചോദ്യം വേണ്ട.
കണ്ട് വീണ്ടും പോലെ വന്ന് കളറ് ചോദിച്ചു, കളറും വന്നു ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. തിരിവില്ല അള്ളാഹ് മക്കൾക്ക് മനസ്സിലായില്ല. മക്കളെ കുറ്റപ്പെടുത്തേണ്ട, മക്കള് വഴിപഴിച്ചു പോകുന്നതിന് അവർ സത്യനിഷേധികളും മതനിഷേധികളും അവരിൽ വിപരീതകളും കല്യാണം വേണ്ട, തട്ടടൂല, സിനിമ കാണും, ഞാൻ പ്രേമിക്കും, എനിക്ക് അഫയറുണ്ട് എന്ന് പച്ചക്ക് വന്ന് പറയുന്ന മക്കളെ നേരെ വന്ന് മക്കളോട് പറയല്ലേ, ഉമ്മനോട് പറയല്ലേ, ഒരു മറിയില്ല, വെട്ടി തുറന്ന് വിളിച്ചു പറയാം, വെട്ടി തുറന്ന് മക്കൾ വിളിച്ചു പറയാം. അതുകൊണ്ട് അവർക്ക് റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, അവര് പടച്ചോനെ പഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കണം, സുബ്ഹാന ജലാലുഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർക്കണം, ആ പറഞ്ഞ നിബന്ധനവത്ത പശുവിനെ അവർ പിടിച്ചു. കണ്ടീഷൻ പറഞ്ഞ് അതിന്റെ വയസ്സ് പറഞ്ഞെടുത്ത്, അതിന്റെ കളറ് പറഞ്ഞെടുത്ത്, അതിന്റെ മോഡല് പറഞ്ഞെടുത്ത്, അങ്ങനെയുള്ള ഒരു പശുവിനെ അവർ കൊണ്ടുവന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അർത്താളി എന്ന് പറഞ്ഞു, പടച്ചറബ് ഓല ദൈവത്തെ ഓല കൈകൊണ്ട് തന്നെ അർപ്പിക്കുകയാണ്. കത്തി വെച്ചിട്ട്, സ്വന്തം ദൈവത്തിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറക്കടാ അർക്ക്, ഞാൻ കാണിച്ചരാ. ഞാനില്ലാത്ത ഒരു പുതിയ ദൈവത്തെ ആരാധിക്കുന്നവരെ, ഞാനില്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നവർ, ഞാൻ എന്നെ വിശ്വസിക്കാതെ മറ്റൊരു വിശ്വാസത്തിലേക്ക് കടന്നു പോയവരെ, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരും. എല്ലാവരും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. മുൻകാലത്ത് പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആ പ്രവാചകന്റെ കൽപ്പന അക്ഷരം പ്രതി അങ്ങനെ തന്നെ അനുസരിച്ചു. അവരാ പശുവിനെ ശുദ്ധിച്ചു, അറുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുകയാണ്. എല്ലാവരും ആരും ടെൻഷനില്ല, എല്ലാ ബന്ധനും നോക്കി തട്ടടൂല. ഞാൻ പ്രേമിക്കും, ഞാൻ കളിക്കും, ഞാൻ കുടിക്കും, ഞാൻ പറയും, ഞാൻ ചെയ്യും എന്ന് പറയുന്നവരില്ലല്ലോ. നിങ്ങൾക്ക് ബേജാറാണ് ഇല്ലേ? നാട്ടിലില്ലേ? അതേ ഉള്ളൂ. റോങ് സൈഡ് പറയുന്നവരെ നാട്ടിലുള്ളൂ. മര്യാദയ്ക്ക് പറയുന്നവരുടെ എണ്ണം കുറവാണ്. മര്യാദ പറയുന്നവർ, അദബ് പറയുന്നവർ, അച്ചടക്കം പറയുന്നവർ, അനുസരിച്ച് പറയുന്നവർ, ഖതീബിനെ അനുസരിക്കുന്നവർ, ഹാദിയെ അനുസരിക്കുന്നവർ, ഉസ്താദിനെ അനുസരിക്കുന്നവർ, ഉപ്പയെ അനുസരിക്കുന്നവർ, ഉമ്മയെ അനുസരിക്കുന്നവർ കുറവാണ്, വളരെ കുറവാണ്. റോങ് സൈഡിലാണ് പലരുമുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എല്ലാവരും വഴിക്ക് വരും, എല്ലാവരും നേരെ വരും. അല്ലാഹു വിധിച്ചിട്ടില്ല. അല്ലാഹു സർവശക്തനാണ്. എന്തൊക്കെ അത്ഭുതം ഈ ലോകത്ത് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഈ പശുവിനെ പിടിച്ച് അറുത്തതിന് ശേഷം അവർ വീണ്ടും കൊന്നു. മൂസേ, പശുവിനെ ഞങ്ങൾ അറുത്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? ആ പശുവിന്റെ ഏലിയായിലെ ഏത് കവറിലാണോ കുഴിച്ചു മൂടിയത് ആ കവറിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അടിച്ചു. വഴിക്ക് വാ വൈനവാ, നേരെ വാ, നേരെ കൊണ്ട് വഴി. അള്ളാഹ്ക്ക് വഴിപ്പടി. അള്ളാഹ് സർവശക്തനാണ്. നിങ്ങൾ യുക്തി കൊണ്ടും ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിത്തം കിട്ടൂല. നിങ്ങൾക്ക് തിരിയാത്ത, നിങ്ങൾക്ക് മനസ്സിലാവാത്ത അത്ഭുതങ്ങളും ലോകത്തുണ്ട്. അല്ലാഹു അത് കാണിച്ചു കൊടുത്തിട്ട് ആ പശുവിന്റെ അംശമെടുത്തിട്ട് ഏലിയായിനെ കബറടക്കം ചെയ്ത ആ കബറിന്റെ മുകളിൽ കൊണ്ടുപോയി റബ്ബ് കൽപ്പിച്ചതുപോലെ, പ്രവാചകൻ കൽപ്പിച്ചതുപോലെ അടിക്കേണ്ട താമസം ഏലിയായിനെ നേരെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ കൊന്ന ആള് ചൂണ്ടിക്കാണിച്ചു.
അതാ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ തിരിച്ച് കളിച്ച് കളിക്കുന്നുണ്ട്. നിന്നെ കൊന്ന ആളതാ. പിടിച്ചോളി പിടിച്ചോളി പിടിച്ചോളി. ഓനതാ ഓ മുങ്ങി നടത്തി. നിങ്ങൾ വലിയ അന്വേഷണത്തിൽ നിന്നെ കൂട്ടാതെ നടത്തിയതല്ലേ. നിങ്ങൾക്ക് പറ്റൂലെങ്കിലോ, നിങ്ങൾക്ക് ഇന്നെ പറ്റൂലെങ്കിലോ, ഇന്നെ പറ്റൂല, നിങ്ങൾക്ക് ഇന്നെ മനസ്സിലായില്ല. ഇന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരാളെ പറഞ്ഞേച്ചപ്പോ ആ ആളെ നിങ്ങൾ ധിക്കരിച്ചു, ആ ആളെയും നിങ്ങൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. സുബ്ഹാനല്ലാഹ്, ഏലിയാബിനെ അല്ലാഹു തആല ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, ജീവൻ കൊടുത്തു. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, ഇങ്ങനെയാണ് മരിച്ചവരെ ഹയാത്താക്കൽ. അതിന്റെ മോഡൽ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാ. നിങ്ങളെന്നല്ല, കുറെ ആയത്തുകളിലൂടെ വിശദീകരിച്ചു പോകേണ്ട, കുറെ ആയത്തുകളിലൂടെ വിശദീകരിച്ചു പോകേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. എത്ര സന്തോഷം. വിശുദ്ധ ഖുർആനിന്റെ അടുത്ത് മറിച്ചു വെച്ചാൽ ഇതേ കാണാനുള്ളൂ. മുൻകഴിഞ്ഞു പോയവർക്ക്, നമ്മളെക്കാൾ മുമ്പ് ഇവിടെ വന്നു പോയവർക്ക് അറിയുന്നവർ എന്റെ കൂടെ ഓതിക്കോളൂ. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫജ്ർ. والفجر وليال عشر والشمس والفجر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد واكثروا فيها الفساد فصب عليهم ربك صوت عذاب. ഖുർആൻ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് സമുദായങ്ങളെ കുറിച്ച്, ഓരോ ജനതയെ കുറിച്ച്, അവർ നശിക്കാനുണ്ടായ കാരണങ്ങൾ കൃത്യമായി ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നോടാരും കളിക്കണ്ട, എന്നോട് കളിച്ചോരൊന്നും ജയിച്ചിട്ടില്ല. റബ്ബാണ്, സർവാധിപനാണ്, ഞാൻ അക്ബറാണ്, ഞാൻ ഏറ്റവും വലിയ ആളാണ്, എന്റെ മേൽ ലോകത്ത് മറ്റൊരാളുമില്ല. എന്നോട് കളിക്കാൻ വന്നാൽ ഒരാളെയും ഞാൻ വിടൂല. കണ്ടോ, വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ആദ് സമുദായത്തെ കുറിച്ച് പറഞ്ഞു, സമൂഹങ്ങളെ കുറിച്ച് പറഞ്ഞു, ഹാറൂനിനെ കുറിച്ച് പറഞ്ഞു, നമ്രൂദിനെ കുറിച്ച് പറഞ്ഞു, ഫറോഹയെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ധിക്കാരികൾ ഈ ലോകത്തുണ്ടാക്കിയ സർവനാശത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവരൊക്കെ അല്ലാഹു നിഷ്കാസനം ചെയ്തതിന്റെ ചരിത്രം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. എവിടെ മോനെ, മനോഹരമാണ് ഖുർആനിന്റെ ചോദ്യം, അത്ര മനോഹരമാണ്. എവിടെ പോയടാ ആദുകൾ? ഒരാരാണ് പരിചയപ്പെടുണ്ടോ? അവരെ കുറിച്ച് ചരിത്രം വായിച്ച പഠിക്ക്. വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചവർ 110 സുബ്ഹാനല്ലാഹ്, വലിയ വലിയ കെട്ടിടങ്ങൾ അക്കാലഘട്ടത്തിൽ, യന്ത്രങ്ങളൊന്നുമില്ലാത്ത അക്കാലത്ത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ജീവിച്ചവർ. നാട്ടിൽ തുല്യരായി മറ്റൊരു കൂട്ടരെ പടച്ചിറപ്പ് പിന്നെ സൃഷ്ടിച്ചിട്ടില്ല. 300 മുഴം നീളമുള്ളവർ, 400 മുഴം നീളമുള്ളവർ, വലിയ 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 സൃഷ്ടിയാണ്. നമ്മളൊരു പോയി നമ്മളവിടെ വലിയ അമ്പത്രം പറയുന്നു. നമ്മളിവിടെ വലിയ അമ്പത്രം പറയാം. വലിയ വലിയ ആളുകളൊക്കെ കഴിഞ്ഞു പോയില്ലേ?
വലിയ ആളുകളൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയി. നിങ്ങളെ ഓർക്കണം, അവരെവിടെ പോയി? അവരൊക്കെ എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആ നിലക്ക് ഈ ഭൂമുഖത്ത് റബ്ബിനെ ധിക്കരിച്ചവരെ അല്ലാഹു പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും നമ്മുടെ മക്കൾക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കുക. അള്ളാഹിനോട് കളിക്കരുത്, അള്ളാഹിനെ ധിക്കരിക്കരുത്. ബാഹുവിന്റെ ക്യാമറ നമ്മുടെ കൂടെയുണ്ട്. അത് കൃത്യമായി കാണിച്ചു തന്ന മഹത്തുക്കളാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അവരറിയാൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിനെ അറിയാനുള്ള നല്ല നല്ല ആത്മീയ കേന്ദ്രമാണ് ഇടിയങ്ങരയിലെ നമ്മുടെ തിരുവറ്റത്തുള്ള മഹാനായ അബുൽ വഫ അലൗദ്ദീൻ സീതസൻ. അവരിലേക്ക് ചേരുക, അള്ളാഹുവിനെ അറിയുക, അവരൊക്കെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോന്നിട്ട് നൽകട്ടെ. പഠിച്ചവരുടെ ഈമാനിനെ നീ സംരക്ഷിക്കണേ, ഈമാനിനെ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ മോട്ടുവരെ നീ കാത്തു സംരക്ഷിക്കണേ. ഈമാനിനെ പരിപൂർണ്ണമാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒന്നു പോകുന്നത് കാത്തു സംരക്ഷിക്കണേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങളെ മക്കളും ഞങ്ങളുടെ പ്രിയപ്പെട്ട തലമുറകൾ, ഞങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാവരെയും ഈമാനിനെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഒരു ചെറിയ ചിന്ത പോലും ഞങ്ങളിൽ വന്നു പോകുന്നത് തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. നിന്നെ അറിയാൻ അറിഞ്ഞ് ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. എല്ലാവരും ദുആ ചെയ്യുക.